മാർക്ക്ദാനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം തൊടുപുഴ കോർപ്പറേറ്റീവ് ലോ കോളേജിൽ തുടരുകയാണ്. മണിക്കൂറുകളായി വിദ്യാർത്ഥികൾ കെട്ടിടത്തിന് മുകളിൽ തന്നെ തുടരുകയാണ്. സബ് കളക്ടർ അരുൺ എസ് നായർ കോളേജിലെത്തി വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയാണ്. പ്രശ്നപരിഹാരം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ രംഗത്തെത്തി. പോലീസുമായി കയ്യാങ്കളിയുണ്ടായി. വിശദാംശങ്ങളുമായി അല്ലമീനാണ് ചേരുന്നത്. അല്ലമീൻ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഈ കോളേജ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ വിദ്യാർത്ഥികൾ? 3:30 ആരംഭിച്ച പ്രതിഷേധമാണ്. അതിനിപ്പോഴും അയവ് വന്നിട്ടില്ല. പലതരത്തിലുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. അപ്പോഴും പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ മുകളിൽ തന്നെ തുടരുകയാണ്. ഇതിനിടെ പ്രശ്നപരിഹാരത്തിന് സബ് കളക്ടറും അതുപോലെ MPയും ഉൾപ്പെടെ എത്തിയപ്പോൾ കോളേജ് മാനേജ്മെന്റുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ പോലീസുമായി പോലും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ എത്തിയ ഈ വിദ്യാർത്ഥികൾ അവർ പ്രതിഷേധവുമായി ഈ കോളേജ് കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കോളേജ് പ്രിൻസിപ്പലിനെതിരെയുള്ള നടപടിയാണ്. പ്രിൻസിപ്പൽ ഒന്നുകിൽ രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുക, അതുമല്ലെങ്കിൽ പ്രിൻസിപ്പൽ അവധിയിൽ പ്രവേശിക്കുക എന്നുള്ളൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. അതിൽ കുറഞ്ഞൊരു പ്രശ്നപരിഹാരവും സാധ്യമല്ല എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നേരത്തെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദമാണ് പ്രധാനമായും ഉയർന്നത്. നമുക്കിപ്പോൾ ഈ വിദ്യാർത്ഥികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഈ 3ാമത്തെ നിലയുടെ മുകളിലാണ് അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കി മണിക്കൂറുകളായി നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ മറ്റ് മാനേജ്മെന്റ് അധികൃതരും ഒക്കെ എത്തി ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അവർ ഓരോരുത്തരും. ഇതിനിടയിലാണ് ഇപ്പോൾ സബ് കളക്ടറും MPയും ഒക്കെ എത്തിയപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ സന്നാഹം ഇവിടെ സംഘടിച്ചിട്ടുണ്ട്, നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഇപ്പോഴും ഇതിന് മുകളിൽ തന്നെ, ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഈ രാത്രിയിലും തുടരുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. ഇവർ പ്രധാനമായും പറയുന്നത് ഈ പ്രിൻസിപ്പലിനെതിരെയുള്ള നടപടി എന്നുള്ള കാര്യമാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല, ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് അവർ ആവർത്തിക്കുന്നത്. 3 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഈ മാർക്ക് ദാനം, ഒരു വിദ്യാർത്ഥിക്ക് കൂടുതൽ മാർക്ക് നൽകി, അനധികൃതമായി മാർക്ക് നൽകി എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മാനേജ്മെന്റ് ഉൾപ്പെടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തിരുത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. അവരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ വഴങ്ങുന്നില്ല. കാരണം ഈ പ്രിൻസിപ്പൽ കോളേജിൽ തുടർന്നാൽ ഇനിയും പ്രതികാര നടപടികൾ ഉണ്ടാകും. സുഗമമായി നീതിപൂർവ്വം മുന്നോട്ട് പോകാനാകില്ല. അത്തരമൊരു സാഹചര്യം കോളേജിൽ ഉണ്ടാകില്ല. ആ ഒരു അന്തരീക്ഷം കോളേജിൽ രൂപപ്പെടണമെങ്കിൽ ഇവർ ഈ പ്രിൻസിപ്പലിനെ ഇവിടെ നിന്ന് മാറ്റണം, രാജിവെക്കണം എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. അതിൽ പക്ഷേ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഈ പ്രതിഷേധക്കാർ ഇപ്പോഴും ഇവിടെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ? സസ്പെൻഷനൊക്കെ പിൻവലിച്ചല്ലോ, ഇനി എങ്ങനെയാ? സസ്പെൻഷൻ പിൻവലിച്ച് നമ്മൾ എന്തായാലും പ്രിൻസി രാജിവെക്കുന്ന ഒരു ഇതിലാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ തീരുമാനമില്ലാതെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാനില്ല. പ്രിൻസിപ്പലിനെതിരെ ഇത്തരം നിലപാട് ഘടിപ്പിക്കാൻ എന്താ കാര്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു നിലപാടുണ്ടാക്കുമായിരിക്കും. നമുക്കതിനൊന്നും പറയാനില്ല. കുറേ നാളായല്ലോ നമ്മളിങ്ങനെ സഹിക്കുന്നു. ഇനിയിപ്പോൾ എത്ര നാളെന്ന് പറഞ്ഞിട്ട്. പ്രിൻസിപ്പൽ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതാണോ അതോ? പാർഷ്വാലിറ്റി ഉണ്ട്, അത് മൊത്തത്തിലുള്ളതാണ്. അത് ഇന്ത്യയിലെ മാർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലതരത്തിലും പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഭാവിയില്ലേ? എല്ലാവരും ഇൻ്റലിജൻ്റ് ആണ്, എല്ലാവരും ഒരുപോലെ അല്ല വരുന്നത്. സാധാരണക്കാരുടെ മക്കളും പഠിക്കണ്ടേ? ഏത് തരത്തിലുള്ളൊരു പാർഷ്വാലിറ്റി പ്രിൻസിപ്പൽ കാണിക്കുന്നത്? നിങ്ങൾ ഇത്രയും കടുത്തൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അറ്റൻഡൻസ് തീരെ ഇല്ലാത്തൊരു കുട്ടിയാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസം വന്നാലും ഒരു ദിവസം വരാതെ ഇരുന്നാൽ നമ്മുടെ അറ്റൻഡൻസ് അത്രയും താഴേക്കാണ് പോകുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് ഒരു ദിവസം പോലും വരാതെ, അല്ലെങ്കിൽ 45% മാർക്കോട് കൂടി 5 മാർക്കൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അങ്ങനെയുള്ളവർ തന്നെയല്ലേ? നമുക്ക് വയ്യായികളെല്ലാം ഉണ്ട്. നമ്മൾ വന്നിട്ട് ക്ലാസ്സിൽ വരുന്ന ഈ അറ്റൻഡൻസിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ചിലരോട് മാത്രം ഫേവറിസം കാണിച്ച് മറ്റുള്ളവരോട് കാണിക്കുന്നില്ല. നമ്മളെല്ലാവരും കൊടുക്കുമ്പോൾ എല്ലാവർക്കും തുല്യ അളവിൽ കൊടുക്കുക, അല്ലാതെ പലതായിട്ട് കൊടുക്കുന്നില്ലല്ലോ. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ആവശ്യത്തിലെ UGCയുടെ റൂളൊക്കെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ, പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞാൽ ലീഗലിയാണ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്.
നമ്മൾ വെള്ളിയാഴ്ച തൊട്ട് തുടങ്ങിയതാണ്. നമ്മൾ ലീഗലി അൺലോഫുൾ ആയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് നമ്മുടേതായ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അല്ലാതെ ഒരു തരത്തിലും നമ്മൾ അൺലോഫുള്ളായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ നമ്മൾ ആ സ്ട്രോങ്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രിൻസിപ്പളുടെ രാജിയില്ലാതെ കോംപ്രമൈസ് ഇല്ല, അതിനാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയാണ് ആ ഒരു ആവശ്യത്തിൽ അവർ ഉറച്ചു മുന്നോട്ട് പോവുകയാണ്. പ്രിൻസിപ്പൽ രാജിവെക്കാത്ത പക്ഷം ഈ പ്രതിഷേധത്തിൽ ഒരു അയവും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. നേരത്തെ തന്നെ പലപ്പോഴായി ഇവരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പല തലങ്ങളിൽ നടന്നെങ്കിലും അതിനൊന്നും വഴങ്ങാൻ ഇവർ തയ്യാറായിട്ടില്ല. പോലീസും മാനേജ്മെന്റും മറ്റ് അധികൃതരുമൊക്കെ ആവർത്തിച്ച് ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട് താഴേക്ക് ഇറങ്ങാനും പുറത്തേക്ക് പോകാനും. പക്ഷേ ഈ രാത്രിയായിട്ടും അല്ലെങ്കിൽ മണിക്കൂറുകളായി ഇവിടെ നിലയുറപ്പിക്കുന്ന ഈ വിദ്യാർത്ഥികൾ അതിനൊന്നും വഴങ്ങുന്നില്ല. അവരുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, പ്രിൻസിപ്പലിന്റെ രാജി എന്നുള്ളതാണ്. അത് അംഗീകരിക്കാത്ത പക്ഷം മറ്റേതെങ്കിലും തരത്തിൽ അതിൽ കുറഞ്ഞൊരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും താഴെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബ് കളക്ടറും MP ഒക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തൊരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് ഏറെ നിർണായകം. ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക്, പ്രതിഷേധത്തിലേക്ക്, വൈകാരിക പ്രകടനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകരുത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ 3ാമത്തെ നിലയുടെ മുകളിലാണ്, അപകടകരമായ സാഹചര്യമൊക്കെ ഉള്ളൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനപരമായ ഒരു വൈകാരികമായ ഒരു നടപടിയിലേക്ക് ഇവർ പോകരുത് എന്നുള്ള ഒരു ജാഗ്രതയും പോലീസും ഫയർഫോഴ്സും പുലർത്തുന്നുണ്ട്. പക്ഷേ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ മണിക്കൂറുകളായി അവരുടെ നിലപാടിൽ ഉറച്ച് ഇപ്പോഴും ഇതിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, നേതാക്കളൊക്കെ, അത് KSUവിൻ്റെയും SFIയുടെയും ABVPയുടെയും ഒക്കെ നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം എന്നുള്ളത് തന്നെയാണ് അവരും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം.